my dear മക്കളെ, let's step into the exciting world of English. അറിയാലോ, അർജുൻ സാറാണേ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഒരു നല്ല മോട്ടിവേറ്റിംഗ് പോമാണ്. നമ്മളെല്ലാവരും മനസ്സിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന, ഫ്രണ്ട്ഷിപ്പ് അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, സൈമൺ ആൻഡ് ഗ്രാഫിൻകൽ ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണിത്. ഇത് ഒരു പോയം ആയിരുന്നില്ല, ആക്ച്വലി ഇതൊരു പാട്ടാണ്. പണ്ട് ഇവരുടെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, സൈമൺ ആൻഡ് ഗ്രാഫിക്കൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. അവർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു കിഡിലൻ പാട്ടാണ് ശരിക്കും ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് പറയുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ ചിത്രം കാണുമ്പോൾ ഏകദേശം ഒരു കാര്യം പിടികിട്ടുമല്ലോ. വെള്ളത്തിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാൾ, വെള്ളത്തിൽ നിന്നും കരകയറാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഒരു ബ്രിഡ്ജിൻ്റെ മേലിൽ നിന്നും കൈത്താങ്ങായി കൊണ്ട് അവരെ രക്ഷപ്പെടുത്തുന്ന രണ്ടാളുകളെയും കാണാം. മനുഷ്യന്മാർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ബോണ്ട് ഉണ്ടല്ലോ, ആത്മബന്ധം, അത് തീമാണ്, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് ശരിക്കും ഇവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇവിടെ അതിനൊരു പോയമായിട്ട് പരിഗണിച്ചാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിതൊരു പോയമായിട്ട് നമ്മൾ പരിഗണിച്ചാൽ മതി. ബേസിക്കലി ഇത് ആക്ച്വലി പാട്ടാണ്, ഒരു ബാൻഡിൻ്റെ കിഡിലൻ സോങ് ആയിരുന്നു പണ്ട് ഹിറ്റായത്. പക്ഷേ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനൊരു പോയമായിട്ട് പരിഗണിച്ചാൽ മതി. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നോക്കാം ആരാണ് ഈ സൈമണും ആൻഡ് ഗ്രാഫിൻകലും. നോക്കൂ, അമേരിക്കൻ ഫോക്ക് റോക്ക് ഡ്യുവോ കൺസിസ്റ്റിംഗ് ഓഫ് സിംഗർ സോങ് റൈറ്റർ പോൾ സൈമൺ ആൻഡ് സിംഗർ ആർട്ട് ഗ്രാഫിൻകൽ. ആരൊക്കെയാണ് ഇവർ? അമേരിക്കൻ ഫോക്ക് റോക്ക് ഡുവോ ആണ്. രണ്ട് പേര് ചേർന്ന് പരിപാടി നടത്തുന്ന ഡ്യുവോ എന്നാണ് പറയുക, DUO, ഡുവോ. ഓക്കെ, അവർ പോൾ സൈമൺ പാട്ടുകാരനുമാണ്, അതുപോലെ തന്നെ പാട്ട് എഴുതുന്ന ആളുമാണ്, ലിറിസിസ്റ്റുമാണ്. പിന്നെയുള്ള ഗ്രാഫിൻകൽ അദ്ദേഹം പാട്ടുകാരനാണ്. അപ്പോൾ ഇവർ ചേർന്ന് ഒരുപാട്, നമ്മുടെ നാട്ടിലില്ലേ ശങ്കർ എഹ്സാൻ ലോയ് എന്ന് പറയുന്നത്, ഒരു 3 സംഗീത സംവിധായകന്മാരാണ്. അപ്പോൾ അവർ ഒരുമിച്ചാണ് സംഗീതം കമ്പോസ് ചെയ്യുന്നത്, മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. അതുപോലെയുള്ളൊരു ഡ്യുവോ ആയിരുന്നു ഇവർ രണ്ടുപേരേ ഉള്ളൂ. They rank as one of the best selling music acts of 1960s. 1960s ഇവരുടെ പാട്ടുകൾക്ക് ഭയങ്കരധികം പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് പാട്ടുകൾ ഇവരുടേത് വിറ്റുപോയിട്ടുണ്ടായിരുന്നു. Their most famous songs include Sound of Silence. സൗണ്ട് ഓഫ് സൈലൻസ്, ആ പേര് തന്നെ നല്ല രസമില്ലേ, നിശബ്ദതയുടെ ശബ്ദം. പിന്നെയോ മിസ്സസ് റോബിൻസൺ ആൻഡ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഇതൊക്കെ അന്നത്തെ കാലത്ത് കിഡിലൻ ഹിറ്റുകളായിരുന്ന, അന്ന് സ്പോട്ടിഫൈ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ്ലി ലൂപ്പിട്ട് കേൾക്കുന്ന ഒരു സാധനമായിരിക്കാം ഈ പാട്ടുകളെല്ലാം. സോ ഇവർ എഴുതിയിട്ടുള്ള വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? നോക്കാം. ഞാൻ മുമ്പ് ഒരിക്കൽ പാട്ട് പാടിയിട്ട് ആകെ കുഴഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് പാട്ടായിട്ടൊന്നും പാടുന്നില്ല. ഇതിൻ്റെ ലൈൻസ് എടുത്തെടുത്ത് ഒരു ഈണത്തിൽ അങ്ങ് പറഞ്ഞു പോകണു എന്ന് മാത്രം. നോക്കിയാലോ. When you are weary, feeling small, when tears are in your eyes, I'll dry them all. I'm on your side. Oh, when times get rough and friends just can't be found. Like a bridge over troubled water, I will lay me down. Like a bridge over troubled water, I'll lay me down when you are down and out. When you're on the street, when evening falls so hard, I'll comfort you. I'll take your part. Oh, when darkness comes and pain is all around, like a bridge over troubled water, I'll lay me down. Like a bridge over troubled water, I will lay me down. Sail on, silver girl, sail on. Your time has come to shine. All your dreams are on their way. See how they shine? Oh, if you need a friend, I'm sailing right behind. Like a bridge over troubled water, I'll ease your mind. Like a bridge over troubled water, I'll ease your mind. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കിയല്ലോ. വളരെ സ്പീഡിൽ ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. വെൻ യു ആർ വേരി, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ, വേരി എന്ന് വയ്ക്കുമ്പോൾ ക്ഷീണിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ തളർന്നിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ഫീലിംഗ് സ്മോൾ, ഞാൻ കുഞ്ഞനായിട്ട് അനുഭവപ്പെടുമ്പോൾ, അതായത് എനിക്ക് ആകെ വയ്യാത്തൊരവസ്ഥ, ഒന്നിനും ഒരു എനർജി ഇല്ലാത്ത, ഐ ആം ബിഗ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ആളാണെന്നല്ലേ അർത്ഥം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്മോൾ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ. വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, നിൻ്റെ കണ്ണുകളിൽ കണ്ണുനീര് വരുമ്പോൾ, നിൻ്റെ കണ്ണിൽ കണ്ണുനീര് വരുന്ന സമയത്ത്, I'll dry them all, ഞാൻ അതെല്ലാം ഉണക്കിക്കളയാം. എന്ന് വെച്ചാൽ ഞാൻ അതെല്ലാം തുടച്ച് കളയാം. കണ്ണീര് വരുന്നത് സങ്കടം വരുമ്പോഴാണ് അല്ലേ. സന്തോഷം വരുമ്പോൾ നമ്മൾ കരയാറുണ്ട്, ആനന്ദാശ്രു എന്ന് പറയും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ക്ഷീണിച്ചിരിക്കുമ്പോഴും ആകെ ഒന്നുമല്ലാതിരിക്കുന്ന സമയത്തും കരയുന്ന ഒരാളുടെ കണ്ണുനീരൊപ്പാൻ ഞാനുണ്ടാവും. ഐ എം ഓൺ യുവർ സൈഡ്, ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകും, ഞാൻ നിൻ്റെ ഭാഗമായിരിക്കും അല്ലേ. നമ്മൾ പറയും അവൻ നിൻ്റെ സൈഡ് പറഞ്ഞു, അവൾ നിൻ്റെ സൈഡ് പറഞ്ഞു,
നീ ആരുടെ സൈഡാണെന്നൊക്കെ ചോദിക്കാറില്ലേ, ആ സൈഡ് തന്നെയാണത്. ഞാൻ നിൻ്റെ ഭാഗമാകാം, നിന്നോട് ചേർന്നിരിക്കാം. അല്ലാതെ നിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ നിൻ്റെ പകുതി എന്നല്ല, നിൻ്റെ സൈഡ്, നിൻ്റെ ഭാഗം ചേർന്നിരിക്കാം. ഓ വെൻ ടൈംസ് ഗെറ്റ് റഫ്, ആ സാധനമുണ്ടല്ലോ, ആ ഒരു എക്സ്പ്രഷൻ, വെൻ ടൈംസ് ഗെറ്റ് റഫ്, വളരെ ബുദ്ധിമുട്ടുള്ള സമയം വരുമ്പോൾ. റഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫിക്കൽട്ടീസിനെയാണ്, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ. ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട്, മറ്റൊരു സുഹൃത്തിനെയും നിനക്ക് കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ, അല്ലേ? ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട്, വേറെ സുഹൃത്തുക്കളെ ആരും കിട്ടാതെ വരുമ്പോൾ. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, പ്രശ്നങ്ങളായി ഒഴുകുന്ന, അതായത് ട്രബിൾഡ് വാട്ടർ ഇസ് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളാണ്, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ പരീക്ഷയുടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇനി അഡ്മിഷൻ്റെ കാര്യം വരുമ്പോൾ അത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നമ്മൾ ടെൻഷൻ അടിക്കല്ലോ. USS പരീക്ഷ ടെൻഷനാണ്, ഇനി NMMS പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലൈഫിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, ഇങ്ങനെ പ്രശ്നമായി കിടക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലെ ഒരു പാലം പോലെ കുത്തി ഒഴുകുന്നൊരു പുഴയുണ്ടെന്ന് സങ്കല്പിക്കുക. കുത്തി അതിങ്ങനെ ഒഴുകുകയാണ്, ഡാമൊക്കെ തുറന്നു വിട്ട പോലെ വെള്ളം ഇങ്ങനെ ചീറ്റി ഒഴുകുകയാണെങ്കിൽ നമുക്ക് അക്കരെ കടക്കണം. നമുക്ക് ഒരു വഞ്ചിയിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല, നടന്നോ നീന്തിയോ പോകാൻ പറ്റില്ല. അപ്പോൾ ആലോചിച്ച് നോക്കും, അതിൻ്റെ മേലെ നല്ല ഉറപ്പുള്ളൊരു പാലമുണ്ടെങ്കിൽ ഒരു റിസ്ക്കുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് താഴെ കുത്തി ഒലിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പൊക്കൂടെ? അതുപോലെ ഒരു ബ്രിഡ്ജാകാം. I'll lay me down, ഞാൻ നിൻ്റെ മുന്നിൽ നിനക്കായി അവിടെ കിടക്കാം എന്ന് വെച്ചാൽ നിന്നെ അക്കരെ കിടത്താൻ വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ മുന്നിൽ അവിടെ കിടന്നു തരാം എന്ന് വെച്ചാൽ നിനക്ക് അതിൻ്റെ മുകളിലൂടെ, എൻ്റെ മുകളിലൂടെ ചവിട്ടി നിനക്ക് അപ്പുറത്തേക്ക് കിടക്കാം. വെട്ടം സിനിമയിലെ പാട്ട് സീനിൽ ഒരു രംഗമുണ്ട്. നായിക വരുന്ന സമയത്ത് അവൾക്ക് ഒരു ചെറിയ തോട് ചാടിക്കിടക്കണം. നായികയ്ക്ക് ചാടിക്കിടക്കാൻ പേടിയാണ്. വെട്ടം എന്ന് പറഞ്ഞ പഴയ ദിലീപിൻ്റെ ഒരു സിനിമയിലെ പാട്ടാണ്. ആ സമയത്ത് നായകനായിട്ടുള്ള ദിലീപ് ഇങ്ങനെ അവളുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നായിക സുഖമായിട്ട് അവൻ്റെ പുറത്ത് ചവിട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ ചവിട്ടി അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട്. അതാണ് അപ്പോൾ എന്താണ്, ആ നായിക വെള്ളം ചവിട്ടാതെ അപ്പുറത്തെത്തുകയാണ്. അതുപോലെ ഒരു ബ്രിഡ്ജായിട്ട് ഞാൻ നിൻ്റെ മുന്നിൽ കിടന്നു തരാം, ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. അത് വീണ്ടും പറയുന്നു, I'll lay me down, ഞാൻ നിൻ്റെ മുന്നിൽ നിനക്കായിട്ട്, നിനക്ക് ചവിട്ടി കിടക്കാൻ, മറികടന്ന് മുന്നോട്ട് പോകാൻ കിടന്നു തരാം. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, നീ ആകെ തളർന്നിരിക്കുമ്പോഴും ഔട്ടായിരിക്കുമ്പോഴും, അതായത് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത്, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. നമ്മൾ ഒരു ഡൗൺ ആൻഡ് ഔട്ട് ഒരു ശൈലിയാണ്, ഒരു പ്രയോഗമാണ്. നമ്മൾ പറയാറില്ലേ, ആ നാടും വീടും വിട്ടു ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ, ആ നാടും വീടും വിട്ടുപോയി എന്ന് പറയില്ലേ, അതുപോലെ ഒരു പ്രയോഗമാണ് ഡൗൺ ആൻഡ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ കുറച്ച് വരികളുടെ മീനിങ് നമുക്ക് നോക്കിയാലോ ഒന്ന്. ഒറ്റ സെക്കൻഡേ. ഓക്കെ, വെൻ യു ആർ വെരി, നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ഫീലിംഗ് സ്മോൾ. ഇവിടെ കണ്ടോ, വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, നിൻ്റെ കണ്ണിൽ കണ്ണുനീര് വരുമ്പോൾ. നിങ്ങൾക്ക് ഒരാളുടെ കണ്ണിൽ കണ്ണീര് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും, ഒരു ചേട്ടനാണെങ്കിലും, ചേച്ചിയാണെങ്കിലും, ഒരു വൃദ്ധനാണെങ്കിലും, യെസ്, അതാണ് ഇമേജറി. ആ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് ഇമേജറി. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, ഒരു ബ്രിഡ്ജ് പോലെ കിടക്കാം എന്ന് പറയുമ്പോൾ ഉണ്ടോ, ബ്രിഡ്ജ് പോലെ. അപ്പോൾ സിമിലിയാണ്. നമ്മൾ ഇവിടെ നമ്മളെ തന്നെ ഒരു ബ്രിഡ്ജായിട്ട് അങ്ങോട്ട് പരിഗണിക്കില്ലേ, കമ്പയർ ചെയ്യല്ലേ. ഒരു ബ്രിഡ്ജ് പോലെ ഞാൻ അവിടെ നിൻ്റെ മുന്നിൽ കിടക്കാം. അപ്പോൾ പോലെ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സിമിലി. നമ്മളൊരു ബ്രിഡ്ജ് പോലെ സഹായിക്കാമെന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്രിഡ്ജായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. പിന്നെ കണ്ടോ ഇവിടെ, ഓവർ ട്രബിൾഡ് വാട്ടർ. ട്രബിൾഡ് വാട്ടർ, കുത്തി ഒഴുകുന്ന വെള്ളം, അത് മെറ്റഫറാണ്. ഇവിടെ കുത്തി ഒഴുകുന്ന വെള്ളം പോലെയുള്ള നിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സിമിലിയാണ്. പക്ഷേ ഇവിടെ കുത്തി ഒഴുകുന്ന വെള്ളം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. ലൈക്കോ അല്ലെങ്കിൽ ആസോ യൂസ് ചെയ്യാതെ ഒരു സാധനം മറ്റൊന്നാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ലൈഫിലെ പ്രശ്നങ്ങൾ ട്രബിൾഡ് വാട്ടർ ആണെന്ന് ഡയറക്റ്റ്ലി നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. സോ ദാറ്റ് ഈസ് മെറ്റഫർ. ക്ലിയർ ആയിട്ട് കിട്ടിയില്ലേ? യെസ്. അപ്പോൾ ആദ്യത്തെ 2 കിടിലൻ സ്റ്റാൻസാസ് പഠിച്ചു. ഒരു ഫ്രണ്ട് ആണെങ്കിൽ എങ്ങനെ വേണം, അവർ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഒരു പാലം കണക്കി നമ്മൾ അവരെ മുന്നിൽ ഇങ്ങനെ നിന്നു കൊടുക്കുക, അവരെ അക്കരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇനി നോക്കൂ, വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ്, നീ തെരുവുകളിലുള്ളപ്പോൾ, വെൻ ഈവനിങ് ഫോൾസ് സോ ഹാർഡ്, നിൻ്റെ സായാഹ്നങ്ങൾ കഷ്ടതകൾ നിറയുമ്പോൾ, അല്ലേ, വൈകുന്നേരം ആകുമ്പോഴേക്കും, അല്ലേ, രാവിലെയൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. ഇന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം, ഇന്നലത്തെ പോലെ ഒരു മടിയനാവരുത്, ഇന്ന് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഭയങ്കരമായി കരുത്തുണ്ട്, എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് ഇന്നത്തോടുകൂടി മറികടന്ന് മുന്നോട്ട് വരണം എന്നൊക്കെ പറയുമ്പോൾ രാവിലെ ഭയങ്കര മോട്ടിവേഷനാണ്. ഒരു ഉച്ചര വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടന്നിട്ടില്ലെങ്കിൽ വിൽ ഗെറ്റ് ഹാർട്ട്.
ആ ലൈഫ് ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ എന്താണ്, ആകെ തളർന്ന് സങ്കടത്തോടു കൂടി ഇരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക്. ഒരാൾ ഇരിക്കുന്ന, അയാളുടെ നെറ്റിയിൽ കൈയൊക്കെ കൊടുത്ത് ഒരു കാർട്ടൂൺ ക്യാരക്ടറോ എന്ത് തന്നെയാണെങ്കിലും അയാൾ ഒരു തെരുവിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ദാറ്റ് ഈസ് ഇമേജറി. അഗൈൻ വാക്കുകളിലൂടെ ചിത്രങ്ങൾ കാണിച്ചു തരുന്നു. ഐ കംഫർട്ട് യു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. കംഫർട്ട്, നമ്മൾ പറയില്ലേ കംഫർട്ട് സോൺ, എന്താണ് അവിടെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ നിന്നെ സമാധാനിപ്പിക്കാം. ഐ ടേക്ക് യുവർ പാർട്ട്, നിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യാം. അല്ലേ, നമ്മളോട് പറയാറില്ലേ നാം പാതി ദൈവം പാതി, അതിൽ ദൈവത്തിൻ്റെ പാതി ദൈവം ചെയ്തോളും, നമ്മുടെ പാതി ഉണ്ടല്ലോ ആ പാതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ടേക്ക് യുവർ പാർട്ട്, നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ സഹായിക്കാം. എന്തൊക്കെ കാര്യങ്ങളുണ്ടാവില്ലേ, പഠിക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത ഒരാളെ നടക്കാൻ സഹായിക്കുന്നത്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സംസാരിക്കാൻ സഹായിക്കുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഓരോരുത്തർക്ക് ചെയ്യാനുണ്ടാവും. അതൊക്കെ ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കാം. when darkness comes, ഇവിടെ ഡാർക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സിംബോളിക്കലി നമുക്ക് പറയുന്നത് എന്താണ്, ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്, ടഫ് ടൈംസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടഫ് ടൈംസ് ആണ് കേട്ടോ, ടഫ് ടൈംസ്. ബുദ്ധിമുട്ട് നിറഞ്ഞ ആ സമയങ്ങൾ, അങ്ങനെയുള്ള സമയം നിനക്ക് വരുമ്പോൾ, ബുദ്ധിമുട്ട് നിറഞ്ഞ സമയം വരുന്ന സമയത്ത്, ആൻഡ് പെയിൻ ഇസ് ഓൾ അറൗണ്ട്, നിനക്ക് ചുറ്റും വേദനകൾ മാത്രം നിറയുമ്പോൾ, അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ കരച്ചിൽ വരിക വേദനയൊക്കെ സഹിക്കുമ്പോഴാണ്. ഭയങ്കരമായ വേദന വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അത് മനസ്സിനും കൂടെ വേദന വരികയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, അല്ലേ, നമ്മുടെ മനസ്സിനാണ് മുറിവേറ്റതെങ്കിൽ നമ്മുടെ വേദന കുറച്ച് കൂടും, പെട്ടെന്ന് ഉണങ്ങില്ല ആ മുറിവ്. അങ്ങനെ നമ്മൾ വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആ ഡാർക്ക്നെസ്സിൽ, ആ ടഫ് ടൈംസിൽ നിൽക്കുന്ന സമയത്ത്, ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, കുത്തി ഒഴുകുന്ന ആ പുഴയ്ക്ക് മുകളിലെ പാലം പോലെ, ഐ ലേ മീ ഡൗൺ, ഞാൻ നിൻ്റെ മുന്നിൽ ഒരു പാലം കണക്കെ കിടക്കാം. ഇവിടെ ആ വരികൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു പവർ കൂടുന്നില്ലേ? വീണ്ടും വീണ്ടും ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ? അല്ലേ, ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഈ വരികൾ വീണ്ടും അതേപോലെ പ്രാധാന്യത്തോടു കൂടി പറയാണ്. അങ്ങനെ ഒരു വരി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് റീഫ്രെയിൻ. ഉണ്ടോ, റീഫ്രെയിൻ അതൊരു പോയറ്റിക് ഡിവൈസാണ്. അപ്പം നമ്മൾ സിമിലി, മെറ്റഫർ, അതുപോലെയുള്ള ഒരു പോയറ്റിക് ഡിവൈസാണ് റീഫ്രെയിൻ. മറന്നു വരുന്നത് റിപ്പീറ്റഡ്ലി പറയുന്ന വരികളാണ്. അപ്പോൾ എന്താണ്, പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കൂടും. കിട്ടിയോ? അപ്പം അതുപോലെ കുത്തി ഒഴുകുന്ന എപ്പോഴൊക്കെയാണ്, നീ ഒരു സായാഹ്നത്തിൽ കഷ്ടതയോടുകൂടി തെരുവിലിരിക്കുമ്പോൾ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം, നിന്നെ സമാധാനിപ്പിക്കാം, നിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നിന്നെ സഹായിക്കാം. നിനക്ക് കഷ്ടതകൾ നിറഞ്ഞ സമയം വരുമ്പോൾ, നിനക്ക് ചുറ്റും വേദനകൾ വരുമ്പോൾ, ഞാൻ ഒരു പാലം കണക്കെ ആ കുത്തി ഒഴുകുന്ന പുഴയ്ക്ക് മുകളിൽ, നിൻ്റെ പ്രശ്നങ്ങൾക്ക് മുകളിൽ ഒരു പാലം പോലെ ഞാൻ അവിടെ കിടക്കാം, നിന്നെ സഹായിക്കാൻ വരുന്നാണ് പറയുന്നത്. ഓക്കെ, sail on silver girl, sail on by, your time has come to shine, all your dreams are on their way. sail on silver girl, ഇവിടെ സിൽവർ ഗേൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ഓക്കെ, അവളെ നിങ്ങൾക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് കാണാം. സിൽവർ ഗേൾ എന്ന് പറയുമ്പോൾ അവളുടെ കുഞ്ഞുനാളിൽ തന്നെ അവളുടെ മുടിയൊക്കെ നരച്ചുപോയി. അതുപോലെ തന്നെ അവൾ ഒരു സിൽവർ ഗേൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെൺകുട്ടി തന്നെയാണ്, കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന. പോയിട്ട് ആ സിൽവർ ഹെയർ ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് പരിഗണിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയോട് പറയാണ് സെയിൽ ഓൺ, നീ നീന്തി മുന്നോട്ട് പോകൂ, തുഴഞ്ഞു മുന്നോട്ട് പോകൂ. അല്ലേ, നമ്മൾ തുഴയുമ്പോൾ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. നമ്മൾ വഞ്ചി കയറിയിട്ട് ഇങ്ങനെ തുഴയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ ആ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? തുഴയണം. തുഴയാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇങ്ങനെ കടന്ന് വട്ടം കറങ്ങും. അപ്പോൾ ഇവിടെ പറയാണ് അങ്ങനെയുള്ള സിൽവർ ഗേളിനോട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടിയോട് പറയാണ് സെയിൽ ഓൺ, നീ മുന്നോട്ട് തന്നെ പോകൂ. സെയിൽ ഓൺ ബൈ, മുന്നോട്ട് തന്നെ പോകൂ. യുവർ ടൈം ഹാസ് കം ടു ഷൈൻ, അപ്ന ടൈം ആയേഗാ, നിൻ്റെ തിളങ്ങാനുള്ള സമയമാവുകയാണ്. നിൻ്റെ ഈ വട്ടം കറങ്ങലുണ്ടല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം മറികടന്ന് മുന്നോട്ട് പോയിട്ട് നീ മുന്നോട്ട് തന്നെ പോകും. അങ്ങനെയാണെങ്കിൽ നിൻ്റെ സ്വപ്നങ്ങളെല്ലാം അതാണ്, യുവർ ടൈം ഹാസ് കം ടു ഷൈൻ, നീ തിളങ്ങാൻ പോവുകയാണ്, നീ ഷൈൻ ചെയ്യാൻ പോവുകയാണ്.
ഓൾ യുവർ ഡ്രീംസ് ആർ ഓൺ ദെയർ വേ. നിൻ്റെ സ്വപ്നങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓൺ ദെയർ വേ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ യുവർ ഡ്രീംസ്, സ്വപ്നങ്ങളുണ്ടല്ലോ നമ്മുടെ, ആ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് തന്നെ വരുന്നുണ്ട്. നീ നീന്തി നീന്തി മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ വഞ്ചി തുഴഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടാതെ അല്ലെങ്കിൽ ഒരിടത്ത് നിന്നു പോകാതെ വീണ്ടും വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണെങ്കിൽ നിൻ്റെ സ്വപ്നങ്ങൾ നിന്നെ തേടി വരും. അത് നിൻ്റെ പാതയിലുണ്ട്. സീ ഹൗ ദേ ഷൈൻ. അതെങ്ങനെയാ തിളങ്ങുന്നതെന്ന് നോക്കൂ. ഓ ഇഫ് യു നീഡ് എ ഫ്രണ്ട്, ഈ സമയത്തും നിനക്കൊരു സുഹൃത്തിനെ വേണമെങ്കിൽ, ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ വേണമെങ്കിൽ, ഐ എം സെയിലിംഗ് റൈറ്റ് ബിഹൈൻഡ്. നിൻ്റെ പിറകിൽ ഞാനും തുഴഞ്ഞു വരുന്നുണ്ട്. ഒരു വഞ്ചിയിൽ നീ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ നിൻ്റെ പുറകിൽ, ഐ എം സെയിലിംഗ് റൈറ്റ് ബിഹൈൻഡ് യു, നിൻ്റെ പുറകിലായി തന്നെ വരുന്നുണ്ട്. നിനക്ക് ഈ കഷ്ടതകൾ നിറയുന്ന സമയത്തും അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴും എല്ലാം ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിനക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം പറയാണ്. എവിടെ നോക്കൂ, അലിട്രേഷൻ കാണാം അല്ലേ. കോൺസണൻസിൻ്റെ സെയിൽ ഓൺ സിൽവർകൾ എന്നുള്ളൊരു സ്ഥലത്ത് സെയിൽ ഓൺ സിൽവർകൾ എന്ന് പറയുമ്പം എന്ന് പറയുന്ന ഒരു റെപ്പറ്റേഷൻ വരുന്നില്ലേ കോൺസണൻസിൻ്റെ, ദാറ്റ് ഇസ് കോൾഡ് അലിട്രേഷൻ. അതുപോലെ നിങ്ങൾക്ക് വീണ്ടും ചിത്രം കണ്ടൂടെ. ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള ഒരു സിൽവറി ഹെയർ ഒക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, കുറച്ച് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി. ഒരു ചിത്രം നിങ്ങളുടെ മൈൻഡിലേക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ വന്നിട്ടുണ്ടാവില്ലേ, ദാറ്റ് ഈസ് ഇമേജറി. ഓക്കെ, ഇനി നോക്കൂ, ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. വീണ്ടും റീഫ്രെയിൻ ആണ് കേട്ടോ. പറയാണ് എങ്ങനെയാണ് നിൻ്റെ ലൈഫിൽ ഞാൻ ഉണ്ടാവുക. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, കുത്തി ഒഴുകുന്ന ആ പുഴയ്ക്ക് മുകളിൽ ഒരു പാലമായിക്കൊണ്ട്, ഐ ഈസ് യുവർ മൈൻഡ്, ഞാൻ നിൻ്റെ മൈൻഡിനെ റിലാക്സ് ചെയ്യിപ്പിക്കാം, ഈസാക്കാം അല്ലേ. നമുക്ക് കുറച്ച് റിലാക്സ് തരാം. നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തില്ല, നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും, എന്നും ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും. ഐ വിൽ ബി ദേർ ഫോർ യു എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ഐ ഈസ് യുവർ മൈൻഡ്, നിൻ്റെ മൈൻഡിനെ ഞാൻ റിലാക്സ് ചെയ്യാം. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, കുത്തി ഒഴുകുന്ന പുഴയ്ക്ക് മുകളിലെ പാലം പോലെ, ഐ വിൽ ഈസ് യുവർ മൈൻഡ്, ഞാൻ നിന്നെ കംഫർട്ട് ചെയ്യാം, നിന്നെ റിലാക്സ് ചെയ്യിപ്പിക്കാം. അടിപൊളിയായിട്ട് പോയിന്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും, പോയിൻ്റെ തീം, അതിലുപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ, പുതിയ പുതിയ വാക്കുകളുടെ മീനിങ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പോയം കഴിഞ്ഞിട്ടുണ്ട്. ഈ പോയം പ്രധാനമായിട്ടും ഇതിൻ്റെ തീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തീം എന്താണ് നോക്കൂ. തീം ഏറ്റവും പ്രധാനമായിട്ട് ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. സൗഹൃദം, ഫ്രണ്ട്ഷിപ്പാണ്, ട്രസ്റ്റ്, വിശ്വാസമാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും. പിന്നെയോ ഈ ഒരു കാര്യം ഓർത്ത് നോക്കുക, ഐ വിൽ ബി ദേർ ഫോർ യു. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഈ പോം പഠിപ്പിച്ച് വെക്കുന്നത്. നിനക്ക് എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ ഒരു പാലം കണക്കെ നിൻ്റെ മുന്നിൽ ഞാൻ കിടക്കാം, നിനക്ക് എന്നെ മറികടന്ന് മുന്നോട്ട് പോകാം. അത് നല്ലൊരു സുഹൃത്ത് ആണ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെൽഫ്ലെസ് ലവ്, അൺകണ്ടീഷണൽ ലവ് എന്ന കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ പോം ഉള്ളത്. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് പോയറ്റിക് ഡിവൈസും പിന്നെ കുറച്ച് തത്വചിന്തയും ഫിലോസോഫിയൊക്കെ ചേർത്ത് എഴുതിയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു പോയമാണ്. സോ പോം മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് സാറ് വിശ്വസിക്കുകയാണ്. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം വേണ്ടി മക്കൾ തയ്യാറെടുക്കുക. ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഇനിയും സാറ് വരുന്നതാണ്. ഇതിനേക്കാൾ മാർക്ക് കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ ആയിട്ട് സാർ ഇനിയും വരുന്നതാണ്. തൽക്കാലം നമുക്കിടയിലൊരു താൽക്കാലിക വിരാമം. ബൈ.